അസഹ്യമായ വേദനയാൽ അലറിക്കരയുന്നവന്റെ അരികിലേക്ക് അവൻ ഒരു പുച്ഛച്ചിരിയോടെ നടന്നു വന്നു. അവന്റെ ഓരോ കാലടികളും അയാളുടെ ഉള്ളിലെ മരണഭയത്തെ വിളിച്ചോതിക്കൊണ്ടിരുന്നു. അയാളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും തെളിഞ്ഞു കാണുന്ന മുറിവുകളിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. തളർന്ന ശരീരത്തോടൊപ്പം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന പൈശാചികത കൂടി കണ്ടതും അയാൾ തന്റെ മരണം ഏകദേശം ഉറപ്പിച്ചു. അവൻ നടന്നു വന്ന അയാളുടെ മുന്നിലായിട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. ചോരയാൽ കുളിച്ച് തളർച്ചയോടെ തന്റെ മുന്നിൽ ഇരിക്കുന്ന അയാളുടെ ആ രൂപം കണ്ടതും അവന്റെ കണ്ണുകൾ പൈശാചികമായും തിളങ്ങി. എന്നോട് ക്ഷമിക്കണം സാർ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല സാർ, എന്നെ വെറുതെ വിടണേ. ചോരയിൽ വാർന്നൊഴുകുന്ന ശരീരത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അവന്റെ മുന്നിലിരുന്ന് കേണു. അതിനൊരു പുച്ഛച്ചിരിയായിരുന്നു അവന്റെ മറുപടി. ചതി. അതിന് ഈ അമറിന്റെ കോടതിയിൽ ശിക്ഷ ഒന്നേയുള്ളൂ രാഘവ്, മരണം. അവൻ അയാളെ നോക്കി പൈശാചികമായ ചിരിയോടെ പറഞ്ഞതും അയാൾ ദയനീയമായി അവനെ നോക്കി. പീറ്റർ, കിൽ ഹിം ആൻഡ് ദ ബോഡി പാർട്സ് സെൻഡ് ടു ദ വിക്ട്രോ സർ. അയാൾ അനുസരണയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന റിവോൾവർ അയാൾക്ക് നേരെ ചൂണ്ടി. നോ നോ സർ, പ്ലീസ് എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ. അയാൾ പറഞ്ഞു കഴിയും മുന്നേ അവിടെ ഒരു വെടിശബ്ദം ഉയർന്നു കേട്ടു. നിമിഷങ്ങൾക്കകം നെറ്റിയിൽ തറച്ച ബുള്ളറ്റുമായി അയാൾ നിലത്തേക്ക് കുഴഞ്ഞു വീണു. നിമിഷങ്ങൾക്കകം രണ്ടുപേർ ചേർന്ന് അയാളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും അവന്റെ ബോഡി പല കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നതും അവനൊരു വന്യമായ ചിരിയോടെ ആ ചെയറിൽ ഇരുന്ന് നോക്കിക്കണ്ടു. വെട്ടിനുറുക്കി അവന്റെ ശരീരഭാഗങ്ങളിൽ നിന്നും വലങ്കൈ മാത്രം മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ളവ ഒരു ക്യാരി ബാഗിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടവർ പുറത്തേക്ക് ഇറങ്ങി. നിമിഷങ്ങൾക്കകം ആ ബാഗുമായി ഒരുവൻ ആ നഗരത്തിലെ ഏറ്റവും വലിയ മാലിന്യ കമ്പോളത്തിലേക്ക് യാത്രയായി. അപ്പോഴേക്കും മറ്റു രണ്ടുപേർ അവന്റെ വലങ്കൈ ഭദ്രമായി പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റ് പോലെയാക്കി. മുന്നിലിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പൈശാചികമായി ചിരിച്ചു. ഈ ഗിഫ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാകും വിക്ടർ, നീ കളിച്ചത് ഒരു ചെകുത്താനോടാണെന്ന്. അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിന്ന തന്റെ ഗാർഡ്സിനെ നോക്കിയതും അവർ കാര്യം മനസ്സിലായതുപോലെ ആ ഗിഫ്റ്റ് ബോക്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവർ പോകുന്നു നോക്കി മുഖത്ത് തെളിഞ്ഞ പൈശാചികതയോടെ അവൻ ആ ചെയറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. ഇവനാണ് അമർനാഥ് വസിഷ്ഠ. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വസിഷ്ഠ ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശി. അമറിന്റെ ഫാമിലി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ രജപുത്ര സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടുത്തെ സബർമതി പാലസിലെ ദേവേന്ദ്ര വസിഷ്ഠയാണ് അമറിന്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ ഭാര്യ അരുന്ധതി വസിഷ്ഠ. രാജസ്ഥാനിലെ തന്നെ മറ്റൊരു രാജകുടുംബമായ റാത്തോർ ഫാമിലിയാണ് അംഗമാണ് അരുന്ധതി റാത്തോർ എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. വിവാഹത്തിന് ശേഷം അത് അരുന്ധതി വസിഷ്ഠ എന്നായി മാറി. ദേവേന്ദ്രനും അരുന്ധതിക്കും രണ്ട് മക്കൾ, മഹേന്ദ്ര വസിഷ്ഠ, ഇന്ദ്രജിത്ത് വസിഷ്ഠ. മഹേന്ദ്ര വസിഷ്ഠയ്ക്കും ഭാര്യ സുഭദ്രയ്ക്കും ഒരേയൊരു മകൻ അമർനാഥ് വസിഷ്ഠ. ഇന്ദ്രജിത്തിനും ഭാര്യ രാധികയ്ക്കും മക്കളൊന്നുമില്ല. അമറിന്റെ 10ാം വയസ്സിൽ മഹേന്ദ്രനും സുഭദ്രയും ഒരു പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം അമറിനെ നോക്കിയതും വളർത്തിയതുമെല്ലാം ഇന്ദ്രനും രാധികയും ചേർന്നായിരുന്നു. സബർമതി പാലസിൽ ഇവരെ കൂടാതെ ദേവേന്ദ്ര വസിഷ്ഠയുടെ സഹോദരി ദേവയാനിയും കുടുംബവും താമസിക്കുന്നുണ്ട്. ദേവയാനിയുടെ ഭർത്താവ് ചന്ദ്രകാന്തന്റെ മരണശേഷം ദേവേന്ദ്രൻ തന്റെ സഹോദരിയെ തന്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതിൽ അരുന്ധതിക്കോ അവരുടെ മക്കൾക്കോ യാതൊരു അനിഷ്ടവും ഉണ്ടായിരുന്നില്ല. ദേവയാനിക്ക് 3 മക്കളാണ്, മാധവി, ദേവകി, വസുന്ധര. അവർക്ക് 3 പേർക്കുമായിട്ട് 10 പെൺകുട്ടികളാണ്. ആ കുടുംബത്തിലാകെ ഒരു ആൺതരിയായിട്ട് അമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരോടെല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി വളരെ സന്തോഷത്തിലാണ് സബർമതി പാലസിൽ കഴിയുന്നത്. വസിഷ്ഠ ഗ്രൂപ്പിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ എല്ലാം അമർത്തിയിരിക്കുന്നത് അമർനാഥ് വസിഷ്ഠയാണ്. അവന്റെ 18ാമത്തെ വയസ്സിൽ മുതൽ പഠിത്തത്തോടൊപ്പം തന്നെ അവൻ ബിസിനസ്സിലേക്കും ഇറങ്ങി. തൊടുന്നതെല്ലാം പൊന്നാക്കുന്നത് പോലെ അവൻ തുടങ്ങിയ ബിസിനസ്സുകൾക്കെല്ലാം വെച്ചിടി കയറ്റമായിരുന്നു. പാരമ്പര്യ സ്വത്തുക്കളേക്കാൾ കൂടുതൽ അവന്റെ സ്വപ്രയത്നം കൊണ്ട് സമ്പാദിച്ചതായിരുന്നു വസിഷ്ഠ ഗ്രൂപ്പിൽ അധികവും. അവന്റെ 18ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ മാത്രം നിലനിന്നിരുന്ന വസിഷ്ഠ ഗ്രൂപ്പിനെ ഇന്ന് അവന്റെ 28ാമത്തെ വയസ്സിൽ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖലയാക്കി മാറ്റുവാൻ അവന് 10 വർഷങ്ങൾ കൊണ്ട് സാധിച്ചു. എന്നാൽ അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ ക്രൂരവും പൈശാചികവുമായിരുന്നു. അമർനാഥ് വസിഷ്ഠ എന്ന ബിസിനസ് ടൈക്കൂണിനെ പുറം ലോകം അറിയപ്പെടുന്ന തന്നെ ഡെവിൾ എന്ന അപരനാമത്തിലായിരുന്നു. ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കാനായി അവൻ ഏത് നീചമാർഗം സ്വീകരിക്കുമായിരുന്നു. അതിനുവേണ്ടി അവൻ ആരെയും കൊല്ലാൻ പോലും മടിക്കില്ല. അമറിന്റെ കാർ ഒരു ഇരമ്പലോടെ സബർമതി പാലസിന്റെ മുന്നിലായി വന്നു നിന്നു. അവൻ ഡോർ തുറന്നിറങ്ങിയതും അവന്റെ ഗാർഡ്സ് എല്ലാവരും അവന്റെ പിന്നിലായി നിരന്നു നിന്നു. അവൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി.
ലിവിംഗ് റൂമിലേക്ക് കയറിയതും സോഫയിലിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ട് അവൻ അവരുടെ അരികിലേക്ക് ഇരുന്നു. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം മുത്തശ്ശി. അവൻ അവരുടെ അരികിലേക്ക് ചെന്ന് ഇരുവരുടെയും കാൽ തൊട്ട് വന്ദിച്ചു. നമസ്കാരം മോനെ. അവർ തിരിച്ച് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു ദേവാ? ദുർഗാപൂജയുടെ അന്ന് പോയതാണ്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശൻ ചോദിച്ചു കേട്ട് അവൻ അയാളെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു. ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു മുത്തശ്ശ. അതിന്റെ പിറകെ ആയിരുന്നു ഇത്രയും ദിവസം. ആ നിമിഷം ഏതൊരു ഓർമ്മയിൽ അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്തായാലും ഇനി ഇത്രയും ദിവസം ഒന്ന് മാറി നിൽക്കരുത് കേട്ടല്ലോ. ഇനി അഥവാ അങ്ങനെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പറഞ്ഞിട്ട് വേണം പോകാൻ. മനസ്സിലായോ? മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞതും അവനും തലയാട്ടി. അല്ലെങ്കിലും സബർമതി പാലസിൽ ഇന്നും അന്തിമ തീരുമാനം ദേവേന്ദ്ര വസിഷ്ഠയുടെ തന്നെയാണ്. ആ മോൻ വേഗം മുറിയിലേക്ക് ചെന്നോളൂ. രാധിക നിന്നെ കാണാതെ വിഷമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി അവനെ നെറുകയിലും തലോടിക്കൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയുടെ അവരെ കവിളിൽ ചുണ്ടു ചേർത്തു. ശേഷം ഇരുവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ബെഡിലിരുന്ന് തുണികൾ മടക്കി വെച്ചുകൊണ്ടിരുന്ന രാധിക തന്നെ പിന്നിലൂടെ ആരോ പുണർന്നറിഞ്ഞതും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ശേഷം പതി അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ദേവാ, മാ. പിന്നിലൂടെ പുണർന്നു നിന്നുകൊണ്ട് തന്നെ അവൻ അവരുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ചെകുത്താൻ അമർ ആരുടെയെങ്കിലും മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഫാമിലിയുടെ മുന്നിൽ മാത്രമാണ്. അവന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നും അവന്റെ ഫാമിലിക്ക് തന്നെയായിരിക്കും. എവിടെയായിരുന്നു ദേവ ഇത്രയും ദിവസം? ഞാൻ എത്ര വട്ടം ഫോൺ ചെയ്തു നിന്നെ? ഒരു തവണ പോലും നീ കോൾ എടുത്തില്ലല്ലോ. അവർ പരിഭവം പോലെ പറഞ്ഞതും അവനവരുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചു. ദേ, അകത്തേ കയറി വന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതേ ഉള്ളൂ. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അവർ അവനെ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി. എന്നിട്ട് നീ എന്ത് മറുപടിയാ നൽകിയത്? ബിസിനസ് മീറ്റ് എന്നായിരിക്കുമല്ലേ? അവർ ചോദിച്ചതും അവനൊരു കള്ളച്ചിരി ചിരിച്ചു. ആഹാ, എന്താ ഒരു ചിരി! സത്യം പറയണം, എത്ര എണ്ണത്തിനെ കൊന്നിട്ടാ വന്നിരിക്കുന്നത്? അതിനവൻ മറുപടിയൊന്നും പറയാതെ ഒരു പുഞ്ചിരിയുടെ അവരെ ചുറ്റിപ്പിടിച്ചിരുന്നു. എന്റെ ദേവാ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? മൃഗങ്ങളെ കൊല്ലുന്നത് പോലെയാണോടാ മനുഷ്യരെ കൊല്ലുന്നത്? അവർ തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ആ കൈ എടുത്തു മാറ്റി. മനുഷ്യനല്ല അമ്മ, മനുഷ്യമൃഗം. കൂടെ നിന്ന് ചതിക്കുന്നവർ മൃഗങ്ങളെക്കാൾ മോശമാണ്. അവരെയൊക്കെ ഇഞ്ചിഞ്ചായി തന്നെ കൊന്നു തള്ളണം. അവൻ ക്രൂരമായ മുഖത്തോടെ പറഞ്ഞതും അവരും നെടുവീർപ്പോടെ അവന് നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇതിനി നിന്റെ പപ്പ അറിയണ്ട, അല്ലെങ്കിൽ നിന്നെ പാഴിക്കളയുന്നത് ഞാനാണെന്നാ അദ്ദേഹം പറയുന്നത്. അവർ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അമറിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നവർ ആ പാലസിൽ ഇന്ദ്രജിത്തും രാധികയും മാത്രമാണ്. പാപ്പ എന്താ അറിയണ്ടെന്നാ പറയുന്നത്? വാതിൽക്കൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവിടെ ബ്ലാക്ക് സ്യൂട്ടിൽ ഫുൾ ബിസിനസ്മാൻ ലുക്കിൽ ഏകദേശം 50 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മധ്യവയസ്കനെ കണ്ടതും അവർ ഇരുവരും എഴുന്നേറ്റ് നിന്നു. ഇന്ദ്രേട്ടൻ. രാധികയുടെ നാവിൽ നിന്നും അയാളുടെ നാമം പുറത്തേക്ക് വന്നതും അയാളൊരു പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി. ദേവേന്ദ്ര വസിഷ്ഠയുടെ 2ാമത്തെ പുത്രൻ ഇന്ദ്രജിത്ത് വസിഷ്ഠ. പറയൂ രാധു, എന്താ പപ്പ അറിയേണ്ടാത്ത കാര്യം നീ മോനോട് പറയുന്നത്? അത് പിന്നെ. അയാളുടെ തീക്ഷ്ണതയോടെയുള്ള നോട്ടത്തിൽ പതറിക്കൊണ്ടവർ എന്തോ പറയാൻ ശ്രമിച്ചു. അത് പപ്പ, നെക്സ്റ്റ് വീക്ക് എനിക്കൊന്ന് കേരളം വരെ പോകണം. അത് പപ്പയോട് പറയണ്ടെന്നാ അമ്മ പറഞ്ഞത്. രാധികയെ രക്ഷിക്കാൻ എന്നതുപോലെ അമർ പറഞ്ഞു. കേരളത്തിലേക്കോ? അതെന്തിനാ നീ ഇപ്പോൾ കേരളത്തിലേക്ക് പോകുന്നത്? അവൻ പറഞ്ഞത് കേട്ട് ഇന്ദ്രജിത്ത് ഞെട്ടലോടെ ചോദിച്ചു. രാധികയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. അത് പിന്നെ പാപ്പ, നമ്മുടെ പുതിയ ഡീൽ കേരളത്തിലാണ്. കേരളത്തിലോ? കേരളത്തിൽ എന്ത് ബിസിനസ്സാ? അവൻ പറഞ്ഞത് കേട്ട് രാധിക തന്റെ സംശയം ചോദിച്ചു. അത് പിന്നെ അമ്മ, അവിടെ ഞാനൊരു പ്ലോട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഒരു കോവിലകം. നമ്മുടെ പുതിയ റിസോർട്ടിന് പെർഫെക്റ്റ് മാച്ചാണ്. ആഹാ, എന്താ കോവിലകത്തിന്റെ പേര്? ഇന്ദ്രജിത്തിന്റെ ചോദ്യത്തിന് അവൻ മുഖമുയർത്തി അയാളെ നോക്കി. ശേഷം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ചിറക്കൽ കോവിലകം. 100 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന പ്രൗഢഗംഭീരമായ ചിറക്കൽ കോവിലകം. അവിടുത്തെ കാരണവർ ജനാർദ്ദന വർമ്മ തമ്പുരാനും ഭാര്യ ദാക്ഷാണി തമ്പുരാട്ടിയും ഒരേ ഒരു മകൻ ഹരിനാരായണ വർമ്മ. തമ്പുരാനും തമ്പുരാട്ടിക്കും വിവാഹശേഷം ഒരുപാട് നാളുകൾ കാത്തിരുന്ന് കെട്ടിയ മകനായിരുന്നു ഹരിനാരായണൻ. അതുകൊണ്ട് തന്നെ സ്നേഹവും വാത്സല്യവും ഏറെ നൽകിയായിരുന്നു അവർ അദ്ദേഹത്തെ വളർത്തിയത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു ഹരിനാരായണൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെയും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം. ഹരിയുടെ 20ാമത്തെ വയസ്സിലാണ് തമ്പുരാൻ ഇഹലോകവാസം വെടിയുന്നത്. തമ്പുരാന്റെ കാലശേഷം അധികം വൈകാതെ തന്നെ തമ്പുരാട്ടിയും രോഗബാധിതയായി കിടപ്പിലായി. ആ സമയമാണ് അവർ ഹരിയുടെ വിവാഹം കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണ് തൃപ്പങ്ങോട്ട് കോവിലകത്തെ സുഭദ്ര തമ്പുരാട്ടിയെ ഹരിയുടെ വേളിയെ ചിറക്കിലേക്ക് കൊണ്ടുവരുന്നത്. അഭൗമ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു സുഭദ്ര. അതുപോലെ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും അഗ്രഗണ്യ. അതുകൊണ്ട് തന്നെ ഒരു സംഗീത അധ്യാപകനായ ഹരിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടമാവുകയായിരുന്നു. സുഭദ്രയ്ക്ക് കൂടി ഹരി ഇഷ്ടമായതും പിന്നെ അധികം വൈകാതെ തന്നെ അവരുടെ വേളി നടന്നു.
ചിറക്കിലെ കൊച്ചു തമ്പുരാന്റെ വേളി അന്നാട്ടിലെ ജനങ്ങൾ ആഘോഷപൂർവ്വം തന്നെ നടത്തി. അങ്ങനെ സന്തോഷപൂർവ്വം അവരുടെ ജീവിതം മുന്നോട്ടു പോയി. അധികം വൈകാതെ തന്നെ സുഭദ്ര തമ്പുരാട്ടി ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ തമ്പുരാട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു. അതോടുകൂടി ഹരിനാരായണൻ ആകെ തകർന്നു പോയി. എങ്കിലും മകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കാൻ തയ്യാറായി. അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അമ്മയുടെ സ്നേഹം നഷ്ടമായെങ്കിലും അച്ഛന്റെ സ്നേഹവാത്സല്യത്തിൽ ആ കുഞ്ഞു വളർന്നു. അവൾ ജനിച്ച് 27-ാം നാൾ ഹരിനാരായണൻ അവൾക്കൊരു പേര് നിർദ്ദേശിച്ചു. ശ്രീഭദ്ര. ശ്രീഭദ്ര ഹരിനാരായണൻ. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും കുഞ്ഞു ഭദ്ര വളർന്നു. അമ്മയെപ്പോലെ തന്നെ അഭൗമ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു ഭദ്രയും. അമ്മയുടെ എല്ലാ കഴിവുകളും കിട്ടിയ അനുഗ്രഹീതമായ മകൾ. ഇന്ന് ഭദ്രയുടെ 18-ാം പിറന്നാളാണ്. ഓരോ പിറന്നാളും ഭദ്രയ്ക്ക് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസം കൂടിയാണ്. ഭദ്രയുടെ പിറന്നാളിന്റെ അന്നാണ് അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ദിവസം കണ്ണുനീരിന്റെ ഓർമ്മകളാണ്. ചിറക്കൽ കോവിലകം ഇന്ന് അവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ പിറന്നാളാഘോഷത്തിന് ഒരുക്കത്തിലാണ്. ചിറക്കൽ കോവിലകത്തിന്റെ സർവ്വ ഐശ്വര്യത്തിന്റെയും നാഥയായ ചിറക്കൽ ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഭദ്ര ഉറക്കെ ദേവീസ്തുതി ഉരുവിട്ടു. മെറൂണും വെള്ളയും കലർന്ന ധാവണി ഉടുത്ത് മുട്ടപ്പം എത്തുന്ന മുടി കുളിർപ്പിനിൽ കെട്ടിയിട്ട് വാലിട്ട് കണ്ണെഴുതി ആവശ്യത്തിന് മാത്രം ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഭദ്രയുടെ അഭൗമ സൗന്ദര്യത്തിൽ തന്നെയായിരുന്നു അവിടെ നിന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ. അവളുടെ സ്വരമാധുര്യത്തിൽ അവിടെ നിന്നിരുന്ന ഓരോരുത്തരുടെയും ഹൃദയം തുടികൊട്ടി. പക്ഷി മൃഗാദികൾ ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളുടെ സന്തോഷം അറിയിച്ചു. ഭദ്ര ദേവി സ്തുതി ഉരുവിട്ട് കഴിഞ്ഞതും ശ്രീകോവിലിന്റെ വാതിൽ മലർക്കെ തുറന്നു. അതോടൊപ്പം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭദ്രയും കണ്ണുകൾ തുറന്ന് ദേവിയെ നോക്കി. അവിടെ നിന്ന ഓരോരുത്തരും ദേവീ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശ്രീകോവിലിന് മുന്നിൽ നിന്നും കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഇന്ന് ദേവിയുടെ മുഖത്ത് പതിവിലും കൂടുതൽ തിളക്കം കാണുന്നുണ്ട്. ഭദ്രമോളുടെ കീർത്തനം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. ശ്രീകോവിലിനുള്ളിൽ നിന്നും തിരുമേനി പുറത്തേക്ക് ഇറങ്ങിയതിനിടയിൽ മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഭദ്രയുടെയും ഹരിയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് പിന്നെ പറയാനുണ്ടോ തിരുമേനി? ഭദ്രമോളുടെ പാട്ട് ആസ്വദിച്ച് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ ഈ നാട്ടിൽ? ദേവിക്ക് പോലും ഭദ്രമോളുടെ സംഗീതാർച്ചന അല്ലേ കൂടുതൽ ഇഷ്ടം. തിരുമേനിയുടെ വാക്കുകൾ അനുകൂലിച്ചുകൊണ്ട് അടുത്തു നിന്ന ഒരു കാരണവർ പറഞ്ഞതും ഭദ്ര തന്റെ അരികിലായി നിന്ന തന്റെ അച്ഛൻ ഹരിനാരായണനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇന്ന് മോളുടെ പിറന്നാളാണല്ലേ തമ്പുരാനെ? അതേ തിരുമേനി, ഇന്ന് മോൾക്ക് 18 വയസ്സ് തികയും. തിരുമേനിയുടെ ചോദ്യത്തിന് ഹരി ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ആഹാ, അപ്പോൾ ഇനി കൊച്ചു തമ്പുരാട്ടിക്ക് പറ്റിയ ചെക്കനെ നോക്കി തുടങ്ങാലോ അല്ലേ ഹരിക്കുഞ്ഞേ? ഹരി പറഞ്ഞത് കേട്ട് അവിടെ നിന്നൊരു മുത്തശ്ശി ഉറക്കെ പറഞ്ഞതും ഭദ്ര അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഹാ, അതിനൊന്നും സമയമായിട്ടില്ല നാണിയമ്മേ. എന്റെ മോൾക്ക് കല്യാണത്തിന് സമയമാകുമ്പോൾ അവൾക്ക് പറ്റിയ ചെക്കൻ അവളുടെ മുന്നിൽ തന്നെ വന്നു നിൽക്കും അല്ലേ മോളെ? ഹരി ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ശ്രീഭദ്ര, തിരുവാതിര നക്ഷത്രം. അപ്പോഴേക്കും പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിൽ നിന്നും അവളുടെ പേരും നാളും വിളിച്ചിരുന്നു. എന്നാൽ ശരി. ഹരി അവരോടെല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് ഭദ്രയും കൂട്ടി പ്രസാദം നൽകുന്ന കൗണ്ടറിന്റെ നേരെ നടന്നു. എന്തൊരു സുന്ദരിയല്ലേ കൊച്ചു തമ്പുരാട്ടിയെ കാണാൻ. അവർ നടന്നു പോകുന്ന നോക്കി നിന്ന ഒരു സ്ത്രീ തന്റെ അരിയിലായി നിന്ന മറ്റൊരു സ്ത്രീയോടായി പറഞ്ഞു. അതെ, സുഭദ്ര തമ്പുരാട്ടിയുടെ സൗന്ദര്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട് കൊച്ചു തമ്പുരാട്ടിക്ക്. അവരെ അനുകൂലിച്ചുകൊണ്ട് ആ സ്ത്രീയും പറഞ്ഞു. സൗന്ദര്യം മാത്രമോ, ആ കലാവാസനയും അതുപോലെ തന്നെ പകർന്നു കിട്ടിയിട്ടുണ്ട്. സുഭദ്ര തമ്പുരാട്ടി ക്ഷേത്രത്തിൽ വന്ന് കീർത്തനം ചൊല്ലിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മാധുരി നിറഞ്ഞ ശബ്ദമായിരുന്നു. അതുപോലെ തന്നെ ചിലങ്ക കെട്ടി ആടിയാൽ പിന്നെ മറ്റു നർത്തകിമാരൊന്നും തന്നെ തമ്പുരാട്ടിയുടെ 7 അയലത്തെത്തില്ല. ഞങ്ങളൊക്കെ നോക്കി നിന്ന് പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു തമ്പുരാട്ടിയുടെ നൃത്തം കാണാൻ. അവരുടെ അരികിൽ നിന്ന മറ്റൊരു സ്ത്രീ പറഞ്ഞതും ഇരുവരും അവരെ ഒന്ന് നോക്കി. ചേച്ചി സുഭദ്ര തമ്പുരാട്ടിയുടെ നൃത്തം കണ്ടിട്ടുണ്ടോ? പിന്നെ കാണാതെ. എന്റെ അമ്മ കോവിലകത്തെ ദാസിയായിരുന്നില്ലേ? അന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നത് തമ്പുരാനും തമ്പുരാട്ടിയുമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ പണമില്ലാതെ പഠിത്തം വരെ നിർത്തേണ്ട അവസ്ഥ വന്നപ്പോൾ തമ്പുരാട്ടിയാ തമ്പുരാനോട് പറഞ്ഞ് എന്നെ പഠിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു തന്നത്. ഒരിക്കലും ഞങ്ങളെ ഒരു ജോലിക്കാരിയായിട്ട് തമ്പുരാട്ടി കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങളോടൊക്കെ. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് തമ്പുരാട്ടി ഗർഭിണിയാകുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർമാർ ആദ്യമേ തന്നെ പറഞ്ഞതാ. പക്ഷേ തമ്പുരാട്ടി അതൊന്നും കാര്യമാക്കിയില്ല. അതുകൊണ്ടെന്താ, നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കൂടി യോഗമില്ലാതായി പോയില്ലേ ആ പാവത്തിന്. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ഈറനായി. സുഭദ്ര തമ്പുരാട്ടിയുടെ മരണശേഷം തമ്പുരാട്ടിയുടെ കോവിലകത്ത് നിന്നും പിന്നെ ആരും തന്നെ കൊച്ചു തമ്പുരാട്ടി അന്വേഷിച്ച് വന്നിട്ടേ ഇല്ലേ ചേച്ചി? അവർ പറഞ്ഞത് കേട്ട് ആദ്യം സംസാരിച്ച പെൺകുട്ടി അവരോടായി ചോദിച്ചു. എവിടുന്ന് വരാനാ? തമ്പുരാട്ടി മരണപ്പെട്ടത് പോലും കൊച്ചു തമ്പുരാട്ടിയുടെ ജാതകദോഷം കാരണമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയല്ലേ അവിടെയുള്ളവർ. ഹോ, അതിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെയല്ലേ അന്ന് അതിനെ ഉപേക്ഷിക്കണമെന്ന് തമ്പുരാട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത്. അവർ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു.